കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ബാക്കി പോർഷൻസ് പാർട്ട് 3 വീഡിയോ ആണിത്. ബാക്കി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെറ്റൽ അയോൺസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റമാണ്. മെറ്റൽ അയോൺസ് കുറേ ക്രൂഷ്യലായിട്ടുള്ള കുറേ റോൾസ് നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സിൽ നടത്തുന്നുണ്ട്. കാരണം വെച്ചാൽ അത് എൻസൈമിൻ്റെ പാർട്ടായിട്ട് ഇപ്പോൾ നമ്മുടെ മഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള മെറ്റൽസൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള മെറ്റൽസാണ്. എൻസൈംസ് ഹോർമോൺസിൻ്റെ പാർട്ടായിട്ട് കുറേ ബയോകെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ പാർട്ടായിട്ട് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബയോകെമിക്കൽ റിയാക്ഷൻസ്, സ്റ്റെബിലൈസിങ് സ്ട്രക്ചേഴ്സ്, അങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് പ്രോസസ്, സോഡിയം പൊട്ടാഷ്യം പമ്പൊക്കെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ അയോൺസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ബയോളജിക്കൽ സിസ്റ്റത്തിൽ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ ആക്ഷൻ ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ്. മെറ്റൽസിൻ്റെ റോൾ അനുസരിച്ചിട്ട് നമുക്കതിന് അതിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ, അത് എന്തോരം നമുക്ക് ശരീരത്തിൽ വേണം അടിസ്ഥാനപ്പെടുത്തി മെറ്റൽസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നല്ല എസെൻഷ്യൽ എലമെൻറ്റ്സ്, അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ടോക്സിക് എലമെൻറ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ വൈറ്റലായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റോൾ വരികയും നോർമൽ ഫങ്ഷനിങ്ങിന് അത്യാവശ്യമായിട്ടുമുള്ള എലമെൻറ്റ്സ്, അത് ട്രേസ് എമൗണ്ട്സിലൊക്കെ നമുക്ക് ചിലപ്പോൾ വേണ്ടി വരുള്ളൂ എങ്കിൽ പോലും അങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പം ലാർജ് എമൗണ്ടിലും, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പം സ്മോൾ എമൗണ്ടിലും വേണ്ടതാണ്. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ ഇതൊക്കെ മാക്രോ ന്യൂട്രിയൻസ് ആണ്. നോൺ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നോർമൽ ലൈഫ് പ്രോസസ്സിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആ ട്രേസ് എമൗണ്ട്സിൽ പ്രസൻറ്റ് ആവാതിരിക്കാം, പക്ഷെ അതിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള പ്രസൻസ് എന്ന് പറയുന്നത് ടോക്സിക് എഫക്റ്റ് തരുന്നതാണ്. ലെഡ്, മെർക്കുറി, കാഡ്മിയം, ആർസനിക്, അലുമിനിയം. ടോക്സിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഹാംഫുൾ ആയിട്ട് ബയോളജിക്കൽ സിസ്റ്റത്തിനെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന എലമെൻറ്റ്സ് ആണ് ടോക്സിക് എലമെൻറ്റ്സ്. അതായത് അതിൻ്റെ ചെറിയ കോൺസെൻട്രേഷൻ പോലും നമുക്ക് വളരെ വലിയ ഹെൽത്ത് പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഡെത്ത് വരെ ഉണ്ടാവാം. ഇതിനും നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെർക്കുറി, ലെഡ്, കാഡ്മിയം, ആർസനിക്, മിനിമാത ഡിസീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ ഇതിൻ്റെ ഒരു കോഴ്സ് കൊണ്ടൊക്കെ. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് നോക്കാം മെറ്റൽ അയോൺസിന്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ്. ആ പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുകയും നമുക്ക് നേഴ്സിൽ ഓരോ സിഗ്നൽസ് കിട്ടുകയും അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് നമ്മുടെ ഓരോ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്തൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ, സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തത് പ്ലാസ്മ മെംബ്രെയിൻ്റെ സെൽസിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അക്രോസ് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മെംബ്രെയിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷന് വേണ്ടി, മസിൽ കോൺട്രാക്ഷൻ, സെൽ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സോഡിയം പൊട്ടാസ്യം പമ്പ് വളരെ അത്യാവശ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ ഒരു കാര്യം കണ്ടു, മനസ്സിലായി, നമ്മളത് അനലൈസ് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിനിലേക്ക് ആ നെർവ് ഇമ്പൾസ് എത്തുന്നത് കൊണ്ടാണ് നമ്മളത് അനലൈസ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എത്തണമെങ്കിൽ എന്ത് വേണം? സോഡിയം പൊട്ടാസ്യം പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. മെക്കാനിസം മെയിനായിട്ട് പറയുമ്പം നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ മെക്കാനിസം പറയുവാണെങ്കിൽ ATP എനർജി, ATP അല്ലെങ്കിൽ അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATP എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എനർജി കറൻസി, നമ്മുടെ ശരീരത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന ATPനെയാണ്. ഈ ATPനെ ഹൈഡ്രോളൈസിസ് ചെയ്ത് ആക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ആക്റ്റീവ്ലിയും പാസീവ്ലിയും നമുക്ക് ട്രാൻസ്പോർട്ട് നടത്താം. ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ട് നടത്തുന്ന എനർജി യൂസ് ചെയ്ത് ATP ഹൈഡ്രോളൈസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന എനർജി യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിന് പറഞ്ഞ പേരാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ്ലി 3 Na+ അയോൺസിനെ സെല്ലിൻ്റെ പുറത്തേക്ക് മാറ്റുകയും 2 K+ അയോൺസിനെ സെല്ലിന് ഉള്ളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ് ഈ പമ്പ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയായിരിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും Na+നെ K+നെ മാറ്റുന്നതെന്ന് വെച്ചാൽ ന്യൂട്രാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് 3 പോസിറ്റീവ്സ് Na+ വെളിയിലേക്ക് പോകുമ്പോൾ 2 K+ ഉള്ളിലേക്ക് പോകുന്നത്. അത് ഹൈ Na+ കോൺസെൻട്രേഷൻ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ. സെല്ലിൻ്റെ പുറത്ത് Na+ കോൺസെൻട്രേഷൻ കൂടുകയും സെല്ലിനുള്ളിൽ K+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യുന്നു. അപ്പം നമുക്കൊരു ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് വളരെയധികം കൂടുന്നു. അങ്ങനെയാണ് ഈ പമ്പ്, ഈ സോഡിയം പൊട്ടാഷ്യം പമ്പ് വർക്ക് ചെയ്യുന്നത്. അതായത് 3 Na+ ഔട്ടിലേക്ക് പോകുമ്പോൾ 2 K+ ഉള്ളിലേക്ക് വരുന്നു, പിന്നെ അത് റിവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബയോളജിക്കൽ സിസ്റ്റത്തിലെ റോൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലും സെല്ലുലാർ ഹോമിയോസിസും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സോഡിയം പൊട്ടാഷ്യം പമ്പിൻ്റെ ബയോളജിക്കൽ സിസ്റ്റത്തിലെ റോൾ. ഓർത്തോണം, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, അതായത് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ അവിടെ. K+ഉം Na+ഉം ഉള്ളിലേക്ക് പോയും ആ ഒരു ഗ്രേഡിയൻ ഡിഫറൻസ് അവിടെ ഉണ്ടാവുകയും, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ ഡിഫറൻസ് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത് ഫലമായിട്ട്
റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഡിഫറൻസ് ഇൻ ഇലക്ട്രോകെമിക്കൽ നമുക്കറിയാമല്ലോ. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവണമെങ്കിൽ ഡിഫറൻസ് ഇൻ ദ ഗ്രേഡിയന്റ് കോൺസെൻട്രേഷൻസ് വരണം. അപ്പോൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിന് സെല്ലുലാർ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് ഒരു ഇപ്പം നമ്മളാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് സെല്ലിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അല്ലാതെ ആരും വന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തട്ടുന്നു മുട്ടുന്നു ഒന്നും സെല്ലിന് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമുണ്ടല്ലോ, അതായത് സെല്ലിന് അതിൻ്റെ ആ ഒരു നോർമൽ പൊസിഷനിൽ, ആ നോർമൽ വോളിയത്തിൽ, ആ നോർമൽ ഇതിൽ ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ഫിഗർ ആ ഒരു സെല്ലിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ആ ഒരു സാഹചര്യത്തിന് പറയുന്ന പേരാണ് സെല്ലുലാർ ഹോമിയോസ്റ്റാസിസ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സോഡിയം പൊട്ടാഷ്യം പമ്പാണ് വേണ്ടത് കേട്ടോ. ഇതൊക്കെ MCQs ചോദിക്കാൻ വളരെ അധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് എപ്പോഴും. ഇനി നമ്മുടെ അടുത്തൊരു മെറ്റൽസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റത്തിനൊരു എക്സാമ്പിളാണ് കാർബോണിക് ആൻഹൈഡ്രേസ്. ഓക്കെ, കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു എൻസൈം, കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ്. ആൻഹൈഡ്രേസ് ഈസ് വന്നപ്പോൾ നമ്മൾ ഓർക്കണം അതൊരു എൻസൈമാണ്. അതെന്തായിരിക്കും? കാർബോണിക് ആൻഹൈഡ്രേസ് ആണ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിനെ ബൈകാർബണേറ്റ് അയക്കുന്ന ഹൈഡ്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ബൈകാർബണേറ്റ് അതിന് റിവേഴ്സിബിൾ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന് പറയുന്ന പേരാണ് കാർബോണിക് ആൻഹൈഡ്രേസ്. അതായത് CO2 + H2 gives H2CO3. തിരിച്ചും ഇത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് കേട്ടോ. ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരെന്താ? കാർബോണിക് ആൻഹൈഡ്രേസ്. ഇത് ബൈകാർബണേറ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ കാർബോണിക് ആസിഡ് അല്ലേ അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആ H2CO3 എന്ന് പറഞ്ഞാൽ കാർബോണിക് ആസിഡ് ആണല്ലോ. കാർബോണിക് ആസിഡ് ഉണ്ടാവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു എൻസൈമിൻ്റെ പേരെന്താ? കാർബോണിക് ആൻഹൈഡ്രേസ്. കാർബോണിക് ആൻഹൈഡ്രേസിന് കുറച്ച് യൂസസ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാവേ. അത് ആസിഡ് ബേസ് ബാലൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ബ്ലഡിലും ടിഷ്യൂസിലേക്ക് ആസിഡ് ബേസ് ബാലൻസ്, കാരണം കാർബോണിക് ആസിഡ് അല്ലേ അവിടെ ഉണ്ടാക്കുന്നത്. അതുപോലെ പിന്നെ ബൈകാർബണേറ്റും, അപ്പം ബൈകാർബണേറ്റിൻ്റെയും കാർബോണിക് ആസിഡിൻ്റെയും ആ ഒരു ലെവൽ അനുസരിച്ച് ആസിഡ് ബേസ് ബാലൻസ് ചെയ്യുന്നു. പിന്നെ CO2 ട്രാൻസ്പോർട്ടിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം CO2 H2 ചേർന്നാണല്ലോ കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ബ്ലഡിൽ നിന്ന് ലങ്സിലേക്കും ലങ്സിൽ നിന്ന് ബ്ലഡിലേക്കും കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ക്രീഷന് വരുമ്പോഴത്തേക്കും ഈ ഒരു എൻസൈം യൂസ് ചെയ്ത് ഇങ്ങനെ CO2 ഉണ്ടാകുന്നു, CO2 തിരിച്ചെടുക്കുന്നു. ആ ഒരു രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അതായത് ബൈകാർബണേറ്റ് ആയിട്ടാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും ബ്ലഡിൽ ട്രാൻസ്ഫർ ആവുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ pH, വേരിയസ് ഓർഗൻസിൻ്റെയും ടിഷ്യൂസിൻ്റെയും pH. ഇപ്പം നമുക്കറിയാം ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ pH മെയിൻറ്റെയിനിങ് വന്നല്ലോ. ഓർഗൻസിലെയും ടിഷ്യൂസിലെയും pHനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ കാർബോണിക് ആൻഹൈഡ്രേറ്റ്സിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ 1 ആസിഡ് ബേസ് ബാലൻസ്, 2 കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്, 3 സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫോർമേഷന്, പിന്നെ pH ഓഫ് ദ ഓർഗൻസ് ആൻഡ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കാർബോക്സി പെപ്റ്റിഡേസ് ആണ്. കാർബോക്സി പെപ്റ്റിഡേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിങ്ക് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. അപ്പം അത് മനസ്സിലായല്ലോ. സിങ്ക് എന്ന് പറയുന്നിട്ടുള്ള മെറ്റൽ അയോൺ കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് സിങ്ക് കണ്ടെയ്നിങ്. എപ്പോഴും ഈസ് പെപ്റ്റിഡേസ്, അൺഹൈഡ്രേസ്, കാർബോക്സിഡേസ് അങ്ങനെ ഈസ് വരുമ്പോൾ ഓർത്തോണം അതൊരു എൻസൈം ആയിരിക്കും കേട്ടോ. ദാറ്റ് കാറ്റലൈസസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ഒക്കെ ബോണ്ടിൻ്റെ പേരെന്താ? അമിനോ ആസിഡ്സ് കണക്ട് ചെയ്ത് പ്രോട്ടീൻസ് ഉണ്ടാകുന്നു. പ്രോട്ടീൻസിൻ്റെ ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്സ്. ഓക്കെ, പെപ്റ്റൈൻ ബോണ്ടിൻ്റെ ടെർമിനലുള്ള കാർബോക്സൈൽ ടെർമിനലാണെങ്കിൽ, അതായത് പ്രോട്ടീൻസിൻ്റെ കാർബോക്സൈൽ ടെർമിനലുള്ള പ്രോട്ടീൻസിൻ്റെ പെപ്റ്റൈഡ്സിൻ്റെ ഒക്കെ ഹൈഡ്രോളിസിസിന് വേണ്ടി ഉണ്ടാകുന്ന സിങ്ക് കണ്ടെയ്നിങ് ഒരു എൻസൈമാണ് കാർബോക്സി പെപ്റ്റിഡേസ്. അതായത് ലാസ്റ്റ് അമിനോ ആസിഡ്സ്, ഒരു പെപ്റ്റിഡിക് ചെയിനിലെ ലാസ്റ്റ് അമിനോ ആസിഡിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കാർബോക്സി പെപ്റ്റിഡേസിൻ്റെ അങ്ങനെ ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നുള്ളതാണ് കാർബോക്സി പെപ്റ്റിഡേസിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതാണ് റിയാക്ഷൻ. അത് പ്രോട്ടീൻ്റെ ഡൈജഷന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് മനസ്സിലായാലും ആ റിയാക്ഷൻ ഏത് റിയാക്ഷനെയാണ് കാർബോക്സി പെപ്റ്റിഡേസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? പ്രോട്ടീൻ്റെ ലാസ്റ്റ് കാർബോക്സൈൽ അമിനോ ആസിഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങനെ പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നു. അപ്പോൾ പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എന്ത് റോളാണ് ബയോളജിക്കൽ സിസ്റ്റത്തിൽ വരുന്നത്? മെയിനായിട്ട് നമ്മുടെ പാൻക്രിയാസിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലുമാണ് കേട്ടോ ഇതുള്ളത്. എന്തുകൊണ്ടാണ്? പ്രോട്ടീൻ ഡൈജഷൻ കൂടുതൽ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതുകൊണ്ട് നമുക്ക് എക്സസ് ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് സം ട്രേസ് മെറ്റൽസ് നോക്കാം. എക്സസ് ഓഫ് ട്രേസ് മെറ്റൽസിൽ ആദ്യം നമുക്ക് അയൺ നോക്കാം. എക്സസ് അയൺ ആണെങ്കിൽ അയൺ ഓവർലോഡഡ്. Excess iron can lead to iron overloaded conditions like hemochromatosis, causing liver damage, diabetes, heart disease. ഹീമോക്രൊമാറ്റോസിസ് കോസ് ചെയ്യുന്ന എന്ത് കാരണം കൊണ്ട്? എക്സസ് ഓഫ് അയൺ, അതായത് അയൺ ഓവർലോഡഡ് കണ്ടീഷനാണ് ഹീമോക്രൊമാറ്റോസിസ്. അയൺ ഓവർലോഡഡ് കണ്ടീഷൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫാറ്റീഗ്, ജോയിൻറ്റ് പെയിൻ, സ്കിൻ ഡിസ്കളറേഷൻ. നമ്മുടെ സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ,
സ്കിന്നിൻ്റെ കളറിന് വ്യത്യാസം വരിക, ക്ഷീണം, അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിനൊക്കെ, നമ്മുടെ മുട്ടിനും വിരലിൻ്റെ മുട്ടിനും ജോയിൻസൊക്കെ ഉണ്ടല്ലോ, തോളിനും ഒക്കെ പെയിൻ വരിക. നെക്സ്റ്റ് കോപ്പർ എക്സസ് ആണെങ്കിൽ വിൽസൺസ് ഡിസീസാണ് വരുന്നത്. അതായത് നമ്മുടെ കോപ്പർ ഡിപ്പോസിഷൻ എക്സസീവ് ആണെങ്കിൽ ലിവറിനും ബ്രെയിനും കോർണിയാസിനൊക്കെ കയറാൻ നമ്മുടെ കണ്ണിലൊരു ബ്രൗൺ ഡെപ്പോസിറ്റ് പോലൊക്കെ നമുക്ക് തോന്നും വിൽസൺസ് ഡിസീസ് ഉണ്ടെങ്കിൽ. ലിവർ ഡാമേജ്, ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ, സൈക്കാട്രിക് സിംറ്റംസ്, ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്ന സിംറ്റംസ്. നമുക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരാൻ, നമുക്ക് മെൻ്റൽ പ്രശ്നങ്ങൾ വരുന്ന പോലൊരു സിംറ്റം തോന്നും. ലിവറിന് ഡാമേജ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാനൊക്കെ, അതായത് ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷനാണ്. ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ചിന്താശേഷിയിലൊക്കെ വളരെ കുറവ് വരും. സിങ്ക് എക്സസ് ആയിട്ട് വരുവാണെങ്കിൽ സിങ്ക് ടോക്സിസിറ്റി ആണ് വരുന്നത്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കോപ്പർ അബ്സോർപ്ഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് ചില എലമെൻസിൻ്റെ എക്സസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന വേറെ ചില എലമെൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പം ഇതിൽ തന്നെ പറയുന്നത് സിങ്ക് എക്സസ് ആയിട്ട് പ്രസൻറ്റ് ആവുകയാണെങ്കിൽ കോപ്പറിൻ്റെ അബ്സോർപ്ഷനെ അത് കാര്യമായിട്ട് ബാധിക്കും. ചിലപ്പോൾ നമുക്ക് ഡെഫിഷ്യൻസി ഓഫ് കോപ്പർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെ സിങ്ക് ടോക്സിസിറ്റി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സ്ട്രെസ്സിനും കോപ്പർ അബ്സോർപ്ഷനും ഇൻ്റർഫിയറൻസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വോമിറ്റിങ്, ഡയറിയ, ക്രാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മസിൽ പെയിൻ ഒക്കെ വരില്ലേ, മസിൽ ഇങ്ങനെ കൂച്ചി പിടിക്കുക എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ. ബാക്കിയുള്ളടത്ത് എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഇനി ഡെഫിഷ്യൻസി ഓഫ് ട്രേസ് മെറ്റൽസ് നോക്കാം. അയൺ ഡെഫിഷ്യൻസി ലീഡ്സ് ടു അയൺ ഡെഫിഷ്യൻസി, അനീമിയ ആണ് വരുന്നത്. അതും സിംറ്റംസ് എന്ന് പറയുന്നത് ഫറ്റീഗ്, നല്ല ക്ഷീണം കാണും, സ്കിന്നിന് ഒരു പെയിൽ കളർ, അതായത് യെല്ലോ കളർ കൂടും. റെഡ് നമുക്കൊരു ചുമന്ന കളർ നമ്മുടെ സ്കിന്നിനുണ്ടെങ്കിൽ അതിൽ മാറി കൂടുതലും യെല്ലോ പെയിൽ കളേഴ്സ് കൂടുതൽ സ്കിന്നിൽ വരും. പെട്ടെന്ന് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആൻഡ് വീക്ക്നെസ്, നമ്മൾ ഭയങ്കര ക്ഷീണം തോന്നും. അതുപോലെ തന്നെ നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസി ആകും. അതായത് നമ്മൾ ഒരുപാട് നടക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്രെത്ത് നിന്ന് പോകുന്ന ഒരു കണ്ടീഷനൊക്കെ വരും. സിങ്ക് ഡെഫിഷ്യൻസി വരുന്നത് ഗ്രോത്ത് റിട്ടാർഡേഷൻ, പിന്നെ നമ്മുടെ പെട്ടെന്ന് വൂണ്ട് ഹീലിംഗ്, അതായത് എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയെങ്കിൽ അത് പെട്ടെന്ന് കരിയാതിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആവാതിരിക്കുക, അതുപോലെ ഗ്രോത്ത് റിട്ടാർഡേഷൻ, നമ്മുടെ വളർച്ച മുരടിക്കുക, അല്ലെങ്കിൽ വളർച്ചയിൽ എന്തെങ്കിലും കാര്യമായ കുഴപ്പം വരിക. മെയിനായിട്ട് സിങ്കിൻ്റെ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡയറിയ, അലോപീഷ്യ, ഡിലേഡ് സെക്ഷൽ മെച്ചുറേഷൻ ഒക്കെയാണ്. ഡിലേഡ് സെക്ഷൽ മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി താമസിക്കുക, അതുപോലെ ഡയറിയ, അലോപീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ ഒരുപാട് കൊഴിയുന്ന ഒരു കണ്ടീഷനാണ്. ഇനി കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് മെങ്കേസ് ഡിസീസ് അല്ലെങ്കിൽ കോപ്പർ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാക്കും. ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, സ്കെലിറ്റൽ അബ്നോർമാലിറ്റീസ്, ഫെയിലിയർ ടു ത്രൈവ്. ഇനി മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നോക്കുവാണെങ്കിൽ മസിൽ വീക്ക്നെസ്സും ക്രാംസും സീസേഴ്സും ഒക്കെയാണ് വരെ. സീസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ബോധം പോകുന്ന ഒരവസ്ഥയില്ലേ, ചുഴലി അങ്ങനെ പറയും, അങ്ങനെ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത്. സിംറ്റംസ് എന്ന് പറയുമ്പം ടെറ്റനിയോ, അറൈത്മിയാസോ, മെൻ്റൽ ഡിസ്റ്റർബൻസസോ ഒക്കെ വരും. ഇനി ടോക്സിസിറ്റി നോക്കുവാണെങ്കിൽ മെർക്കുറി ടോക്സിക് ആയിട്ടുള്ളൊരു മെറ്റലാണ്. അത് മെയിനായിട്ടും എക്സ്പോഷർ ചെയ്യുന്നതാണ് കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫിഷ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്. നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റൊക്കെ നമ്മൾ വാട്ടർ ബോഡീസിലേക്ക് ഇടുമല്ലോ. ഐ മീൻ കമ്പനീസിൽ, ഇൻഡസ്ട്രീസിലൊക്കെ ഉള്ള വേസ്റ്റ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ വാട്ടർ ബോഡീസിലോട്ടൊക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കിനും അവിടുത്തെ വാട്ടറും ഫിഷും ഒക്കെ ഈ മെർക്കുറിയുടെ സോഴ്സ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആകാം. അങ്ങനെ ടോക്സിസിറ്റി വരുവാണെങ്കിൽ മെർക്കുറി സൾഫൈഡൽ ഗ്രൂപ്പ്സ്, അതായത് പ്രോട്ടീനിലെ അമിനോ ആസിഡ്സായ സൾഫൈഡൽ ഗ്രൂപ്പ്സിനെ എഫക്റ്റ് ചെയ്യുകയും അവരുടെ എൻസൈംസിനും സെല്ലുലാർ ഫംഗ്ഷനും ഒക്കെ എഫക്റ്റ് ചെയ്യും. അതാണ് മെർക്കുറിയിൽ സംഭവിക്കുന്നത്. സൾഫൈഡൽ ഗ്രൂപ്പ്സ് ഇൻ പ്രോട്ടീൻസിനെ ബൈൻഡ് ചെയ്യും മെർക്കുറി. അങ്ങനെ ആ എൻസൈംസും സെല്ലുലാർ ഫംഗ്ഷൻസിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. അതായത് മെമ്മറി ലോസ്, ട്രെമോസ്, കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്സ്, കിഡ്നിക്ക് ഡാമേജ് വരാം, റീനൽ ട്യൂബ്യൂൾസോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറോ. പിന്നെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ട്രെമോസ്, കൺഫ്യൂഷന്, എക്സ്ട്രീം കേസസിൽ ഡെത്ത് വരെ സംഭവിക്കാം. ഈ മിനമാത ഡിസീസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മെർക്കുറി കാരണം ഉണ്ടായതാണ് ഒരു പ്ലേസിൽ മിനമാത ഡിസീസ്. നെക്സ്റ്റ് നമുക്ക് ലെഡ്, മെയിനായിട്ട് എക്സ്പോഷർ വരുന്നതെന്ന് പറഞ്ഞാൽ ലെഡ് ബേസ്ഡ് പെയിൻ്റ് ഉണ്ട്. അങ്ങനെ വെച്ച് വാട്ടർ കണ്ടാമിനേറ്റഡ് ആകാം. പിന്നെ സെയിം ഇൻഡസ്ട്രിയൽ എമിഷൻസ് ആകാം. സോയിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെച്ച് നമുക്ക് ലെഡ്, അതായത് ഇപ്പോൾ സോയിൽ വെച്ച് നമ്മളതിൽ കണ്ടാമിനേറ്റഡ് സോയിൽ കൃഷി ചെയ്താൽ തന്നെ വരും. അതുപോലെ തന്നെ ഈ യൂസ്ഡ് ആയിട്ടുള്ള ടി വി, ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടല്ലോ, ടി വി, കമ്പ്യൂട്ടർ,
അതിൽ നിന്നൊക്കെ ഉള്ള ഈ നമ്മുടെ സ്ക്രാപ്പ് ഉണ്ടല്ലോ, സ്ക്രാപ്പിൽ നിന്നൊക്കെ ലെഡിൻ്റെ എക്സ്പോഷർ വരാം കേട്ടോ. ലെഡിൻ്റെ ടോക്സിസിറ്റി മെയിനായിട്ടും വരുന്നത് വെച്ചാൽ ഹീം സിന്തസിസിൽ ഇൻട്രപ്റ്റ് ചെയ്യുന്ന എൻസൈംസിലെ ഇൻട്രപ്റ്റ് ചെയ്യുവാണ്. അതായത് നമ്മുടെ ഹീമോഗ്ലോബിനിലൊക്കെ ഹീം പ്രോട്ടീൻ ഉണ്ടല്ലോ, അതിനെ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എൻസൈംസിനെയൊക്കെ ഇൻട്രപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ബോൺസിലെ കാൽഷ്യത്തിനെയൊക്കെ ഡിസ്പ്ലേസ് ചെയ്യും. അതായത് ഇപ്പം ലെഡ് എന്ന് പറയുന്ന കാൽഷ്യത്തിനേക്കാളും റിയാക്റ്റീവാണ്. സോ കാൽഷ്യത്തിനെ അതിൻ്റെ സോൾട്ടിൽ നിന്ന് റിമൂവ് ചെയ്യും ലെഡ്. അങ്ങനെയൊക്കെ ടോക്സിക് ആയിട്ടുള്ള ബിഹേവാണ് ലെഡ് കാണിക്കുന്നത്. ലെഡിൻ്റെ ഹെൽത്ത് എഫക്ട്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ന്യൂറോളജിക്കലായിട്ട് കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ്, ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ് കാണിക്കുന്നു. നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കാണിക്കുന്നു. അതുപോലെ തന്നെ പർട്ടിക്കുലർലി കുഞ്ഞുങ്ങളിലൊക്കെ ലെഡിൻ്റെ പോയിസൺസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഡിലേ ആയിരിക്കും. അതായത് സംസാരിക്കുന്നത് താമസിച്ചായിരിക്കും, നടക്കുന്നത് താമസിച്ചായിരിക്കും, അങ്ങനെയുള്ള ഒരു റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഡെവലപ്മെൻ്റ് എല്ലാം ഡിലേ ആയിരിക്കും. അതുപോലെ തന്നെ കിഡ്നി ഡാമേജും ഹൈപ്പർ ടെൻഷനും കോസ് ചെയ്യുന്നത്, BP കൂടാനും കിഡ്നി ഡാമേജിനും ഒക്കെ സാധ്യതയുണ്ട് ലെഡിൻ്റെ പോയിസൺ എന്ന് പറഞ്ഞാൽ. മെയിനായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ പെയിന്, ഹെഡ് ഏക്സ്, ഫാറ്റീഗ്, നമുക്ക് അടിവയറിനൊരു വേദനയോ അല്ലെങ്കിൽ തലവേദന, ക്ഷീണം, ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റമായിട്ട് മാറാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇങ്ങനെ നോക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ അബ്ഡോമിനൽ പെയിൻ വന്നാൽ ഉടനെ നമ്മൾ ലെഡ് പോയിസൺ ആണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളിലും കൂടെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇനി കാഡ്മിയം പോയ്സണിങ് നോക്കാം. സോഴ്സ് ഓഫ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ നമുക്ക് കൊള്ളുക. നമ്മൾ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയി നിന്ന് അതിൻ്റെ ശ്വാസം കിട്ടുന്നതും അതല്ലാതെ നമ്മൾ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നതും ഇതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ഫുഡും പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്. ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ വാട്ടർ ബോഡീസിലേക്ക് റിലീസ് ചെയ്യുന്നത് വളരെ വലിയൊരു ആപത്താണ്. അതാണ് മെയിനായിട്ടും ഈ എലമെൻസിൻ്റെ ഒക്കെ ഒരു പോയ്സണിങ്ങിലും ടോക്സിസിറ്റിക്കും എല്ലാം കാരണം കൂടുതലും ആൾക്കാരിലെത്തുന്നത്. കാഡ്മിയത്തിൻ്റെ ടോക്സിസിറ്റി മെക്കാനിസം എന്ന് പറയുന്നത് മെറ്റലോ എൻസൈംസിൽ ഇൻ്റർഫിയർ ചെയ്യുവാണ്. ഇതും കാഡ്മിയം കാൽഷ്യത്തെ ഡിസ്പ്ലേസ് ചെയ്ത് മെറ്റലോ എൻസൈംസിനെ ഇൻ്റർഫിയർ ചെയ്യും. അങ്ങനെ കാഡ്മിയം കിഡ്നിയിലും ലിവറിലും ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുകയും കാൽഷ്യത്തിനെ ഡിസ്പ്ലേസ് ചെയ്യും, മെറ്റലോ എൻസൈംസിലൊക്കെ ഇൻട്രപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഹെൽത്ത് എഫക്ട്സ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് കിഡ്നിയിൽ റിനൽ ഡിസ്ഫങ്ഷൻ ആൻഡ് ട്യൂബുലാർ ഡാമേജ്, ബോൺസിലാണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഫ്രാക്ചേഴ്സ്, പെട്ടെന്ന് തന്നെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. അതുപോലെ തന്നെ സിംറ്റംസ് എന്ന് പറയുന്നത് നൗഷിയ, വോമിറ്റിംഗ്, ക്രോണിക് കിഡ്നി ഡാമേജ് ഒക്കെയാണ്. അർസെനിക് സോഴ്സ് ഓഫ് എക്സ്പോഷർ എന്ന് പറയുന്ന കണ്ടാമിനേറ്റഡ് ഗ്രൗണ്ട് വാട്ടർ ആവാം, പെസ്റ്റിസൈഡ്സിൽ നിന്നാകാം, ഇൻഡസ്ട്രിയലിൻ്റെ എഫ്ലുവൻസിൽ നിന്നാകാം. ടോക്സിസിറ്റി എന്ന് പറയുമ്പം അത് മെയിനായിട്ടും സെല്ലുലാർ റെസ്പിറേഷനെ ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്. അങ്ങനെ എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അർസെനിക്കിൻ്റെ ഹെൽത്ത് എഫക്ട്സ് മെയിനായിട്ടും കാർസിനോജനിക്കാണ്. സ്കിൻ, ലങ്, ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ ക്യാൻസറൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ന്യൂറോളജിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ നംബ്നെസ്, വോമിറ്റിംഗ്, കൺഫ്യൂഷൻ, അങ്ങനെ നമുക്ക് ആകെ മൊത്തം ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യും. അതുപോലെ സിംറ്റംസ് എന്ന് പറയുന്നത് സ്കിൻ ലെഷൻസ്, റെസ്പിറേറ്ററി ഇഷ്യൂസ്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, നമുക്ക് ദഹനമൊക്കെ കുറവായിട്ട് തോന്നും, നമുക്ക് ബ്രീത്തിങ് ഒന്ന് പ്രോപ്പർ അല്ലാന്ന് തോന്നും. അതുപോലെ തന്നെ സ്കിന്നിൽ അവിടെ ഇവിടെ എല്ലാം ബ്ലഡ് ലീക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നമ്മളൊന്ന് ടോക്സിസിറ്റി ഒന്ന് സമ്മറൈസ് പറയുകയാണെങ്കിൽ മെർക്കുറി മെയിനായിട്ടും സൾഫൈഡൽ ഗ്രൂപ്പ്സിനെ പ്രോട്ടീനിലെ സൾഫൈഡൽ ഗ്രൂപ്പ്സിൽ വന്ന് ബൈൻഡ് ചെയ്ത് എൻസൈംസിനെ എഫക്റ്റ് ചെയ്യും. മെയിനായിട്ട് ന്യൂറോളജിക്കലി കിഡ്നി ഡാമേജ്, ട്രെമേഴ്സ്, കൺഫ്യൂഷനൊക്കെയാണ് ഹെൽത്ത് എഫക്ട്സ് എന്ന് പറയുന്നത്. ലെഡിൻ്റെ ആണെങ്കിൽ കാൽഷ്യത്തിനെ ഡിസ്പ്ലേസ് ചെയ്യും, അതുപോലെ തന്നെ ഹീം സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അവിടെയും ഹെൽത്ത് എഫക്ട്സ് ന്യൂറോളജിക്കലും കിഡ്നി ഡാമേജ്, ഡെവലപ്മെൻറ്റൽ ഡിലേ ഒക്കെ വരും. കാഡ്മിയം ആണെങ്കിൽ അക്യുമുലേറ്റഡ് കിഡ്നീസ് കാൽഷ്യത്തിനെ ഡിസ്പ്ലേസ് ചെയ്യും. കാഡ്മിയവും ലെഡും കാൽഷ്യത്തിനെ ഡിസ്പ്ലേസ് ചെയ്യും. കിഡ്നി ഡിസ്ഫങ്ഷൻസ്, ഓസ്റ്റിയോപൊറോസിസ്, ലങ് ക്യാൻസർ. അർസെനിക് ആണെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. കാർസിനോജനിക്കാണ്, ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് കീലേറ്റിംഗ് ഏജൻസിനെ മെഡിസിൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. കീലേറ്റിംഗ് ഏജൻസിന് മെഡിസിനിൽ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കീലേറ്റിംഗ് ഏജൻസ് എങ്ങനെയാണ്, പോളിഡെൻഡേറ്റ് ലിഗാൻഡ് മെറ്റൽ അയോണിനെ പോളിഡെൻഡേറ്റ് ആയിട്ടുള്ള ലിഗാൻഡ്സാണ് കീലേറ്റിംഗ് ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അവർ മെറ്റൽ അയോണിനെ ക്യാപ്ചർ ചെയ്ത് അവർ ഹോൾഡ് ചെയ്ത് വെക്കും. അയണിനെ ഒരു സ്റ്റേബിൾ പൊസിഷനിൽ നോൺ റിയാക്റ്റീവ് ഫോമിൽ അവർ ഹോൾഡ് ചെയ്ത് വെക്കും. അത് എന്നിട്ട് നമ്മൾ തെറാപ്യൂട്ടിക്കലി കുറേ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുമ്പം മെയിനായിട്ട് മെറ്റൽ പോയ്സണിങ്, അതായത് ഇപ്പോൾ ലെഡ്, അയൺ ടോക്സിസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന മെറ്റൽസിൻ്റെ പോയ്സണിങ്ങിനും അതുപോലെ തന്നെ അയൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിനും നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് യൂസ് ചെയ്യും.
കിലേറ്റിംഗ് ഏജൻസ് ഇൻ മെറ്റൽ പോയ്സണിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഹെവി മെറ്റൽ പോയ്സണിംഗ് ഉണ്ടല്ലോ, അതിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കീലേറ്റിംഗ് ഏജൻസ് ആണ്. എന്നുവെച്ചാൽ കീലേറ്റിംഗ് ഏജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇഥിലീൻ ഡയമീൻ ETT ഒക്കെ പോലെയുള്ള നമ്മുടെ കീലേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, പോളിഡെൻഡേറ്റ് ലിഗാൻസ്, ഇവരെ നമ്മൾ അങ്ങോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഈ മെറ്റൽസിനെ, ഈ പോയ്സണിങ് ആയിട്ടുള്ള മെറ്റലിനെ ഇവർ കീലേറ്റ് ചെയ്ത് ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ ആ മെറ്റലിനെ നോൺ റിയാക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നു. അങ്ങനെ ആ മെറ്റലിൻ്റെ ടോക്സിസിറ്റി മാറുന്നു. അതായത് they work by binding to toxic metals and facilitating their excretion from the body. മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു കീലേറ്റിംഗ് ഏജൻ്റാണ് EDTA, ഇഥൈലൈൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. അത് ശരിക്കും ലെഡ് പോയ്സണിങ്ങിന്, കാൽഷ്യം, സിങ്ക്, അയൺ പോയ്സണിങ്ങിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് EDTA. ഈ മെറ്റൽ അയോൺസിനെ ബൈൻഡ് ചെയ്ത്, EDTA എന്ന് പറഞ്ഞൊരു പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആണല്ലോ, അപ്പോൾ അത് മെറ്റൽ അയോൺസിനെ ബൈൻഡ് ചെയ്ത് ഒരു സ്റ്റേബിൾ കണ്ടീഷൻ, ഒരു കീലേഷൻ നടത്തി ഒരു കീലേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. ആ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ സൊല്യൂബിളാണ്. അത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആ മെറ്റൽ പോയ്സണിങ് ഇനാക്റ്റീവ് ആക്കാൻ പറ്റും. ഇനി ഡൈമർ കാപ്രോള്, BAL ഡൈമർ കാപ്രോള്, അത് മെയിനായിട്ട് മെർക്കുറി, ആർസനിക്, ഗോൾഡ് പോയ്സണിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സൾഫൈഡ്രൽ ഗ്രൂപ്പ്സ്, ഡൈമർ കാപ്രോളിലെ സൾഫൈഡ്രൽ ഗ്രൂപ്പ്സ് മെറ്റൽ അയോൺസുമായിട്ട് കീലേറ്റ് ചെയ്ത് ഒരു കോംപ്ലക്സ് ഉണ്ടാകുന്നു. അത് നമ്മുടെ കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ഇനി പെൻസിലിനാമൈൻ, അത് മെയിനായിട്ട് കോപ്പർ പോയ്സണിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ പോയ്സണിങ് വരുമ്പോൾ കോപ്പറിൻ്റെ എക്സസ് പ്രസൻസ് ആണല്ലോ വിൽസൺസ് ഡിസീസ്, അപ്പോൾ കോപ്പർ പോയ്സണിങ്ങിനൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അത് മെയിനായിട്ടും പെൻസിലിനാണെങ്കിൽ കോപ്പർ അയോൺസുമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കോംപ്ലക്സ് കീലേറ്റിംഗ് എഫക്റ്റ് വഴി കോംപ്ലക്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് അയോൺസ് മാറുവാണല്ലോ, അങ്ങനെ നമുക്ക് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. ഫെറോക്സാമൈന്, അത് മെയിനായിട്ടും അയൺ ഓവർഡോസ് അല്ലെങ്കിൽ അയൺ പോയ്സണിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് തലാമീസിയ, ഹീമോസിഡിറോസിസ്. തലാമീസിയ എന്ന് പറയുന്നത് ഒരു ജെനറ്റിക് ഡിസോർഡറാണ്. ഫെറോക്സാമൈൻസും ഇതുപോലെ തന്നെ ഫ്രീ അയണിനെ ബൈൻഡ് ചെയ്യും കീലേറ്റിംഗ് എഫക്റ്റ് വഴി. ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ആയിട്ട് യൂറിൻ ത്രൂ എക്സ്ക്രീറ്റ് ചെയ്യിപ്പിക്കും അയണിനെ. അതുപോലെ തന്നെ നമ്മളിപ്പം അയൺ പോയ്സണിങ് ഓൾറെഡി പറഞ്ഞു. അയൺ ഓവർലോഡ് ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന കീലേറ്റിംഗ് ഏജൻറ്റ്സ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ തലാമീസിയ, ഹീമോക്രമാറ്റോസിസ്, ഫ്രീക്വൻറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, ഇങ്ങനെയുള്ള കേസസിൽ എക്സസീവ് അയൺ അക്യുമുലേറ്റ് ചെയ്യും, അത് ടോക്സിക് ആയി മാറുകയും ചെയ്യും. ഇങ്ങനെ എക്സസീവ് അയൺ അക്യുമുലേറ്റ് ചെയ്യുമ്പം ലിവർ, ഹേർട്ട്, പാൻക്രിയാസ് തുടങ്ങിയ ഓർഗൻസിന് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. സോ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള കീലേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത് ഡിഫെറോക്സാമൈൻ നമ്മൾ ഓൾറെഡി കണ്ടു, ഡിഫെറോസിറോക്സ് ആൻഡ് ഡിഫെറിപ്രോൺ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവരെല്ലാം അയണിൻ്റെ ഓവർലോഡഡ് അയണിനെ റെഡ്യൂസ് ചെയ്ത് യൂറിൻ ത്രൂ എക്സ്ക്രീറ്റ് ചെയ്യിപ്പിക്കും. ഡിഫെറോക്സാമൈൻ മെക്കാനിസം എന്ന് പറയുന്നത് ഫ്രീ അയോൺസിനെ ബൈൻഡ് ചെയ്ത് കീലേറ്റിംഗ് എഫക്റ്റ് വഴി ബൈൻഡ് ചെയ്ത് കോംപ്ലക്സ് ആക്കി യൂറിൻ വരെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. മെയിനായിട്ടും ഇൻട്രാവെനസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് റൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. സബ്ക്യൂട്ടേനിയസ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ അടിയിലൂടെയൊക്കെ, ഓക്കെ, ഹു ഹാവ് റിസീവ്ഡ് ഫ്രീക്വൻറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്. ഡിഫെറോസിറോക്സ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ഓറൽ കീലേറ്ററാണ്. പ്രൈമറി അത് ലിവറിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് അയണ് ഡിഫെറോസിറോക്സ് കീലേറ്റർ ഓറൽ കീലേറ്ററാണ്. ഓറൽ കീലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മൗത്തിലൂടെ എടുക്കുന്ന കീലേഷനാണ്. അത് അയണുമായിട്ട് ബൈൻഡ് ചെയ്ത് ബോഡിയിലെ ലിവറിൽ നിന്ന് ഫീസസ് നമ്മുടെ എക്സ്ക്രീഷനിലൂടെ അത് പുറത്തു പോകുന്നു. ഇത് ലോങ് ടേം ആയിട്ടുള്ള അയൺ ഓവർലോഡ് മാനേജ്മെൻറ്റിനും ഈ മെഡിസിൻ യൂസ് ചെയ്യാം. ഡെഫെറിപ്രോൺ ആണ് മെയിനായിട്ട് തലാമീസിയ അയൺ ഓവർലോഡഡ് പേഷ്യൻസിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കീലേറ്റർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഫ്രീ അയണുമായിട്ട് ബ്ലഡ് സ്ട്രീമിലെ ഫ്രീ അയണുമായിട്ട് ഇത് ബൈൻഡ് ചെയ്ത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അയൺ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ബയോ സിസ്റ്റംസ്. നമ്മുടെ സിലബസിലുള്ളതാണ്. അയൺ എന്ന് പറയുന്നത് ബയോളജിക്കൽ സിസ്റ്റത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. ബിക്കോസ് അയൺ വഴി മാത്രമേ നമുക്ക് ഹീമോഗ്ലോബിൻ അയൺ ബൈൻഡ് ചെയ്തിട്ടുള്ള മോളിക്യൂളാണ് ഹീമോഗ്ലോബിൻ. അതായത് നമ്മൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്, DNA സിന്തസിസിനൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അയണ്. അയണിൻ്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ ഉള്ളിലുള്ള അയണാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. റെഡ് ബ്ലഡ് സെൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, റെഡ് ബ്ലഡ് സെൽസിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഓക്സിജനും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനാണ് ഹീമോഗ്ലോബിൻ്റെ. ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ പേരാണ് ഹീമോഗ്ലോബിൻ. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൽ കാണപ്പെടുന്നു, എറൈത്രോസൈറ്റ്സിൽ. ഈ ഹീമോഗ്ലോബിനാണ് റെഡ് ബ്ലഡ് സെൽസിന് റെഡ് കളർ കൊടുക്കുന്നത്.
ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോഴത്തേക്കും 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ്, ആൽഫ ബീറ്റ എന്ന് പറയുന്ന 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. അത് ഓരോ ചെയിനും ഓരോ ഹീം ഗ്രൂപ്പ് കൺസിസ്റ്റ് ചെയ്യും. ഈ ഓരോ ഹീം ഗ്രൂപ്പും 4 ഫയറിംഗ് റിംഗ് ഉണ്ട് വിച്ച് കണ്ടെയ്ൻ ആൻഡ് അയൺ Fe2+ അയൺ ഉണ്ട് അതിൻ്റെ സെൻറ്ററിൽ. അതുവഴിയാണ് ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നതും ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നതും. ഹീമോഗ്ലോബിനിൽ Fe2+ൽ ഓക്സിജൻ ബൈൻഡ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ആ വഴി ഹീമോഗ്ലോബിൻ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് ലങ്സിൽ നിന്നും ടിഷ്യൂയിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു. തിരിച്ച് ദ അയൺ ഇൻ ഹീമോഗ്ലോബിൻ ഓൾസോ ഹെൽപ്സ് ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് ടിഷ്യൂവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിന് റിസീവ് ചെയ്യും. അയണുമായിട്ട് ബൈൻഡ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ അത് ലങ്സിലേക്ക് എത്തി റിലീസ് ചെയ്ത് എക്സലേഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. ഓക്സിജൻ ബൈൻഡിങ് മെക്കാനിസം എന്ന് പറയുമ്പോഴത്തേക്കിനും ലങ്സിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും എപ്പോഴാണ് ഇൻഹലേഷൻ നടക്കുമ്പോൾ. അതുവഴി അയൺ ഹീമോഗ്ലോബിനുള്ള അയണ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. അതേസമയം ടിഷ്യൂവിൽ എന്ന് പറയുമ്പം ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഈ ഓക്സിജൻ കണ്ടെയ്നിങ് ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിനെ ഡീഓക്സിജനേറ്റ് ചെയ്ത് ഈ ഓക്സിജൻ ടിഷ്യൂയിലേക്ക് പോകുന്നു. അയണിൻ്റെ സ്റ്റോറേജും ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അയൺ ഇങ്ങനെ കൂടുകയാണെങ്കിൽ അയൺ ഓവർലോഡഡ് ആകും. അത് സിവിയർ ആയിട്ടുള്ള ബോഡി കണ്ടീഷൻസിനും ഹെൽത്ത് എഫക്ട്സിനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ മെക്കാനിസത്തിലൂടെയാണ് അയണിൻ്റെ അബ്സോർപ്ഷനും സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനും എല്ലാം നമ്മുടെ ബോഡി പല പല മെക്കാനിസത്തിലൂടെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അബ്സോർപ്ഷൻ മെയിനായിട്ടും അയൺ ഈസ് പ്രൈമർലി അബ്സോർബ്ഡ് ഇൻ ദ ഡ്യൂഡിനം. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പാർട്ടായിട്ട് ഡ്യൂഡിനം, ജിജനം, സീഷമൊക്കെ അറിയാമല്ലോ. അതിൽ ഡ്യൂഡിനം പാർട്ടിലാണ് അയൺ പ്രൈമർലി അബ്സോർബ് ചെയ്യുന്നത്. ഈ അബ്സോർബ് ചെയ്തിട്ടുള്ള ഈ അയൺ ഈ അബ്സോർബേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് അയണിൻ്റെ നീഡ് അനുസരിച്ചാണ്. നമ്മുടെ ബോഡിക്ക് ഇപ്പോൾ അയൺ വേണം, കുറച്ച് അളവിൽ അയൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കൂട്ടും. അതേസമയം അയൺ സഫീഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഡ്യൂഡിനത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയും. അയൺ ടിപ്പിക്കലി മെയിനായിട്ടും അബ്സോർബ് ചെയ്യുന്ന ഫോം എന്ന് പറഞ്ഞാൽ Fe2+, ഫെറസ് ഫോമിലാണ് കൂടുതലും അയൺ ഡ്യൂഡിനത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ആനിമൽ പ്രൊഡക്ട്സിലും പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്ട്സിലും ഹീം അയണിലും നോൺ ഹീം അയണിലും എല്ലാം Fe2+ ആണ് മെയിനായിട്ട്, ഫെറസ് ഫോമാണ് കാണപ്പെടുന്നത്. അയണിൻ്റെ ട്രാൻസ്പോർട്ട് ഇൻവോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ അയൺ ആദ്യം അബ്സോർബ് ചെയ്യുന്നത് ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീനായിട്ട് ട്രാൻസ്ഫെറിൻ, ബ്ലഡ് സ്ട്രീമിൽ ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്ന പ്രോട്ടീനായിട്ടാണ് അയൺ അബ്സോർബ് ചെയ്തതിന് ശേഷം ബ്ലഡ് സ്ട്രീമിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ട്രാൻസ്ഫെറിനാണ് മെയിനായിട്ടും അയണിനെ സെൽസിൽ, അതായത് ബോൺ മാരോയിൽ കൊണ്ടെത്തിക്കുന്നത്. ബോൺ മാരോയിലാണ് റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെയാണ് അയണിനെ എത്തിക്കുന്നത്. ആരാണ്? ട്രാൻസ്ഫെറിൻ. അയണിനെ ലിവറിൽ, സ്പ്ലീനിൽ, ബോൺ മാരോയിലൊക്കെ ഫെറിറ്റിൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു പ്രോട്ടീൻ ഫോമാണ്. നമുക്ക് അയൺ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോം ഫെറിറ്റിൻ. അയൺ ട്രാൻസ്പോർട്ട് ബ്ലഡ് സ്ട്രീമിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫോം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫെറിനാണ്. അയണിൻ്റെ ഫെറിറ്റിൻ ആയിട്ട് അയൺ സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് മറികടന്നു കഴിഞ്ഞാൽ അയൺ പിന്നെ സ്റ്റോർ ചെയ്യുന്ന ഫോമാണ് ഹീമോസിഡറിൻ ഫോമിലായിരിക്കും അയൺ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അയണിൻ്റെ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ അയൺ ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഹെപ്സിഡിനാണ്. ഹെപ്സിഡിൻ ഹോർമോൺ. ഓക്കെ, ഹൈ ലെവൽസ് ഓഫ് ഹെപ്സിഡിൻ ഇൻഹിബിറ്റ് അയൺ അബ്സോർപ്ഷൻ. അതായത് ഹെപ്സിഡിൻ ലെവൽ കൂടുവാണെങ്കിൽ അയൺ അബ്സോർപ്ഷൻ കുറയും, അല്ലെങ്കിൽ അയൺ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അതെങ്ങനെയാണ്? ഫെറോപോർട്ടിൻ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടറുമായിട്ട് ബൈൻഡ് ചെയ്ത് ഇൻറ്റസ്റ്റൈൻസ് ബൈൻഡിങ് ടു ദ ഫെറോപ്രോട്ടീൻ ട്രാൻസ്പോർട്ടർ ഇൻ ദ ഇൻറ്റസ്റ്റൈൻസിലെ ഫെറോപ്രോട്ടീൻ ട്രാൻസ്പോർട്ടറുമായിട്ട് ബൈൻഡ് ചെയ്ത് ഹെപ്സിഡിൻ ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ അയൺ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അത് പിന്നീട് നമ്മുടെ അയൺ ബ്ലഡിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലോ അയൺ ലെവൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ഹെപ്സിഡിൻ്റെ അളവ് കുറയും. അപ്പം അത് അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടും. അങ്ങനെ റെഗുലേഷൻ നടത്തുന്ന ഹോർമോണിൻ്റെ പേരാണ് ഹെപ്സിഡിൻ ഹോർമോൺ. അയൺ റെഗുലേഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ഹെപ്സിഡിൻ ഹോർമോൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞായിരുന്നു അയൺ ഡെഫിഷ്യൻസി. നമ്മുടെ ഫുഡിൽ നിന്നൊന്നും നമുക്ക് അയൺ അധികം കിട്ടുന്നില്ല, അല്ലെങ്കിൽ മെൻസ്ട്രേഷന്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഉള്ളിലുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്സോർപ്ഷൻ്റെ പ്രശ്നം വരികയൊക്കെ ചെയ്താൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാം. മെയിനായിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, ഫറ്റീഗ്, വീക്ക്നെസ്, പലർ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഇംപെയർഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. മെയിനായിട്ടും അയൺ സപ്ലിമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ഫുഡിൽ അയൺ റിച്ച് ആയിട്ടുള്ള റെഡ് മീറ്റ്, ലെഗുംസ്, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, ഫോർട്ടിഫൈഡ് സീരിയൽസ്, ഇങ്ങനെയുള്ള ഫുഡ്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അയൺ ഡെഫിഷ്യൻസി.
അതുപോലെ തന്നെ എക്സസ് അയൺ ഓവർലോഡഡ് ആണെങ്കിൽ ക്രോണിക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ആകാൻ കാരണം, അല്ലെങ്കിൽ ഹീമോക്രൊമാറ്റോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇതിനെ പറ്റിയൊക്കെ എക്സസീവ് അയൺ സപ്ലിമെൻറ്റേഷൻ കൂടുതൽ കഴിക്കുന്നതും ഒക്കെ നമുക്ക് അയൺ ഓവർലോഡഡ് ആകാം. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലിവർ ഡാമേജ്, ഹേർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ജോയിൻറ്റ് പെയിൻ. മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെഫ്രോക്സാമൈന് അല്ലെങ്കിൽ ഡെഫ്രോസിറോക്സ് ഒക്കെ. അപ്പോൾ നമ്മുടെ അയൺ ഇൻ ബയോളജിക്കൽ സിസ്റ്റത്തിന് ഒരു സമ്മറി പോലെ നമ്മൾ പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ, DNA സിന്തസിസ്. നമ്മളൊരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അയൺ ഹീമോഗ്ലോബിനിൽ പ്രസൻ്റ് ആയിട്ടുള്ള അയൺ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് ലങ്സിൽ നിന്ന് ടിഷ്യൂലേക്ക് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇലക്ട്രോൺ ട്രാൻസ്ഫർ പറയുകയാണെങ്കിൽ സൈറ്റോക്രോംസിൻ്റെ ഒക്കെ ഒരു കമ്പോണൻ്റ് ആയിട്ട് സെല്ലുലാർ റെസ്പിറേഷനും ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയിനിനും അയൺ ഒരു കമ്പോണൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. DNA സിന്തസിസ് എന്ന് പറയുമ്പോൾ അയണ് റൈബോന്യൂക്ലിയേറ്റഡ് റിഡക്ടീസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ഷന് വേണ്ടി അയൺ റിക്വയർ ചെയ്യുന്നു. അങ്ങനെ DNA സിന്തസിസിന് എസെൻഷ്യൽ ആയിട്ടൊരു കമ്പോണൻ്റ് ആയിട്ട് അയൺ മാറുന്നു. ഇനി അയൺ സ്റ്റോറേജ് ചെയ്യുന്നത് ഫെറിറ്റിൻ എന്ന ഫോമിലാണ്. ഫെറിറ്റിൻ്റെ ആ കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീമോസിഡറിൻ എന്ന് പറയുന്ന ഫോമിലായിരിക്കും അയൺ സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അയൺ ഓവർലോഡഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ടോക്സിസിറ്റി ഇല്ലാണ്ടാക്കാൻ പറ്റും. അയൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫോം എന്താ? ബ്ലഡ് സ്ട്രീമിലൂടെ അയൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനായിട്ടാണ് അയൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ മോഡ്യൂൾ 2 ഓൾമോസ്റ്റ് പോർഷൻസ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്നും ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് നോളജായിട്ട് വരുന്ന രീതിയിലല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. MCQ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ജസ്റ്റ് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന പാകത്തിനാണ് നമ്മൾ ഈ ക്ലാസ്സസ് എടുത്തിരിക്കുന്നത്. ഈ മോഡ്യൂൾ 2 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എനിവേ താങ്ക് യു.